ഗ്ലോബൽ ലൈഫ് കൊച്ചിയുടെ പുതിയ സെഗ്മെൻ്റായ വൈബ് സ്റ്റേഷൻ കൊച്ചിയുടെ ഓണം സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് ഞാൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമായ ഓണം സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും സന്ദേശമാണ് നാം ഓരോരുത്തർക്കും നൽകുന്നത്. പൂക്കളവും ഓണസദ്യയും ഓണക്കളികളുമൊക്കെയുമായിട്ടാണ് നാം ഈ ഉത്സവം വളരെ സന്തോഷത്തോടെ ആഘോഷിക്കുന്നത്. ഈ ഓണക്കാലം കുറച്ചുകൂടി കളർഫുൾ ആക്കുവാനായി നിങ്ങളുടെ മുൻപിലേക്ക് എത്തുന്നു ബ്ലാക്ക്ബെറി മ്യൂസിക് ബാൻഡ്. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും നല്ലൊരു പൊന്നോണക്കാലം വരവായി. ഇത്തവണത്തെ തിരുവോണത്തിനോടനുബന്ധിച്ച് BMC വെബ് സ്റ്റേഷൻ കൊച്ചിയോടൊപ്പം അങ്കമാലി ബ്ലാക്ക്ബെറി മ്യൂസിക് ബാൻഡും ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുകയാണ്. ഇന്നത്തെ ഈ ദിവസം, ഈ സന്ധ്യയിൽ ഞങ്ങളുടെ ഓണവിശേഷങ്ങളും കുറച്ചേറെ നല്ല ഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കിടാനായിട്ട് ഞങ്ങളിവിടെ ആയിരിക്കുകയാണ്. എല്ലാവരെയും രാവോണം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ പ്രോഗ്രാം അങ്കമാലി ബ്ലാക്ക്ബെറി മ്യൂസിക് ബാൻഡിൻ്റെ 4 പേരടങ്ങുന്ന ഈ ചെറിയ കൂട്ടായ്മയാണ്. ഓരോരുത്തരെയായിട്ട് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. എൻ്റെ പേര് മണികണ്ഠൻ, വീട് അങ്കമാലിലാണ്. ഒരു 10 വർഷക്കാലമായി ഈ ട്രൂപ്പിൻ്റെ കൂടെ ഞാൻ ഉണ്ട്. നമ്മുടെ സഹപാഠിയും നമ്മുടെ കൂട്ടുകാരിയുമാണ് ജോസ്മി. ഈ ഓണത്തിന് ഇതുപോലെ ഒത്തൊരുമിച്ച് ഒരുപാട് നല്ല പാട്ടുകൾ പാടാനും ഒരുപാട് കാര്യങ്ങൾ പങ്കുവയ്ക്കാനും ഇതുപോലെ ഒരു നല്ലൊരു വേദി തന്ന BMCക്ക് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. മണിയുടെ വിശേഷങ്ങൾ ഇനിയും അറിയാനുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ഷിനോനെ കൂടി പരിചയപ്പെടാം. എൻ്റെ പേര് ഷിനോമോൻ, അങ്കമാലി. എൻ്റെ വീട് അങ്കമാലി തന്നെയാണ്. 15 വർഷത്തോളം ഞാനും ജോസ്മിയും കൂടിയാണ് ഈ ട്രൂപ്പ് ഇങ്ങനെ ബ്ലാക്ക്ബെറി എന്ന പേരിൽ ഞങ്ങളുടെ ഒരു ഗാനമേള ട്രൂപ്പ് ഞങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. കൂടെ ഞങ്ങളുടെ മണികണ്ഠനെയും അനൂപേട്ടനെയും ഞങ്ങൾ കൂടെ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടിയാണ് ഞങ്ങളിങ്ങനെ ഈ ട്രൂപ്പ് കൊണ്ടുപോകുന്നത്. കുറച്ച് നല്ല നല്ല ഓണപ്പാട്ടുകളുമായിട്ടാണ് ഈ രാവോണം എന്ന പരിപാടിയിലേക്ക് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പം എല്ലാവരും ആസ്വദിക്കുക. രാവോണം എന്ന പ്രോഗ്രാമിൽ നമ്മൾ പാടുന്ന ഗാനങ്ങൾ എന്തായാലും പ്രേക്ഷകർ ആസ്വദിക്കാതിരിക്കുകയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അനൂപിനെ കൂടി പരിചയപ്പെടാം. എൻ്റെ പേര് അനൂപ് എന്നാണ്. ഞാൻ ഇവരുടെ കൂടെ കൂടിയിട്ട് ഒരു 4 വർഷം ആയിട്ടുണ്ട്. ഞങ്ങൾ വളരെ മനോഹരമായിട്ട് ഒത്തിരി വേദികൾ ഞങ്ങൾ ഓരോ പ്രോഗ്രാമുകൾ ഞങ്ങൾ ചെയ്ത് പോകൊണ്ടിരിക്കുകയാണ്. ഈ പരിപാടി ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് തന്നെ ഞങ്ങൾ ചെയ്യും. നിങ്ങൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ 4 പേരും എവിടെ നിന്നാണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായി. നമ്മൾ 4 പേരെയും പരിചയപ്പെടുത്തി. ഇനി നമുക്ക് നല്ലൊരു ഓണപ്പാട്ടുമായിട്ട് നമ്മുടെ ഈ രാവോണം എന്ന ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. ഏത് പാട്ടാണ് നമുക്ക് ആദ്യമായിട്ട് പാടിക്കൊടുക്കാൻ പറ്റുക? ഓണം എന്ന് പറയുമ്പോൾ എപ്പോഴും ഉത്രാട പൂനിലയാണ്. അതെ അതെ, യേശുദാസ് സാറ് പാടിയ പാട്ട് മറക്കാൻ പറ്റാത്തൊരു പാട്ട്. എല്ലാ മലയാളികളുടെ മനസ്സിലും എപ്പോഴും ഒരു ഓർമ്മയായിട്ട് നിൽക്കുന്ന ഒരു സോങ്ങും കൂടിയാണ്. അപ്പോൾ ആ ഗാനം തന്നെ നമുക്ക് പാടിക്കൊടുക്കാം അല്ലേ? ഉത്രാടപ്പൂനിലാവേ വാ, മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ വാ വാ. ഉത്രാടപ്പൂ
പൂനിലാവേ വാ, മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ വാ വാ, ഉത്രാട പൂനിലാവേ വാ. കൊണ്ടൽ വഞ്ചി മിഥുനക്കാറ്റിൽ കൊണ്ടുവന്ന മുത്താരങ്ങൾ, കൊണ്ടൽ വഞ്ചി മിഥുനക്കാറ്റിൽ കൊണ്ടുവന്ന മുത്താരങ്ങൾ, മണിച്ചിങ്ങർ മാലയാക്കി അണിഞ്ഞുവല്ലോ, പുലരുന്ന പൊന്നോടത്തെ പുകഴ്ത്തുന്ന പൂവനങ്ങൾ പുതയ്ക്കും പൊന്നാടയായി നീ വാ വാ വാ, ഉത്രാട പൂനിലാവേ വാ, മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ വാ വാ, ഉത്രാട പൂനിലാവേ വാ. തിരുവോണത്തിൻ കോടിയെടുക്കാൻ കൊതിക്കുന്നു തെരുവിൻ മക്കൾ, തിരുവോണത്തിൻ കോടിയെടുക്കാൻ കൊതിക്കുന്നു തെരുവിൻ മക്കൾ, അവർക്കെല്ലാം പൂമച്ചങ്ങൾ പൂനിരത്തുവാൻ വയറിന്റെ രാഗം കേട്ട് മയങ്ങുന്ന വാമനന്മാർ അവർക്കോടക്കോടിയായി നീ വാ വാ വാ, ഉത്രാട പൂനിലാവേ വാ, മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ വാ വാ, ഉത്രാട പൂനിലാവേ വാ, മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ വാ വാ, ഉത്രാട പൂനിലാവേ വാ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഉത്രാട പൂനിലാവ് എന്നുള്ള ഗാനം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കാരണം നമ്മളിനിപ്പോൾ എത്ര കാലം കഴിഞ്ഞാലും ഇങ്ങനെയുള്ള ഗാനങ്ങൾ, ഗ്രാമീണത പുലർത്തുന്ന ഏറ്റവും നാടൻ രീതിയിലുള്ള വരികളും ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വരികൾ തന്നെ, അത് ഏറ്റവും നമുക്ക് ബ്ലെസ്സിങ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ കാലത്ത് പല ഗാനങ്ങൾക്കും കിട്ടാതെ പോയ ഒരു കാര്യമാണ് അല്ലേ മണി, നമ്മുടെ വരികൾ അല്ലേ? അത്രയും ഭംഗിയുള്ള വരികളെ മ്യൂസിക് ചെയ്ത് പാടി ദാസേട്ടൻ പാടി കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഗൂസ് ബോംസ് ഒക്കെ വരും. അത് മാത്രമല്ല, ഈ ഗാനം കേൾക്കുമ്പോൾ പഴയൊരു ബാല്യത്തിലേക്ക് നമ്മുടെ ബാല്യകാലത്തിലേക്ക് പോകും. അതായത് നമ്മൾ ഓണക്കാലം വരുമ്പോൾ തുമ്പ പറിക്കാൻ ഓടുന്നതും മുക്കുറ്റി പറിക്കാൻ ഓടുന്നു, കാക്കപ്പൂ പറിക്കാൻ ഓടുന്നു, പാടത്തേക്കുള്ള ഓട്ടമാണ്. അതെ അതെ, പല വിധത്തിലുള്ള പൂക്കളുകൾ. പക്ഷെ ഇന്നത്തെ കാലത്ത് അത്തരം പൂക്കളങ്ങള് കുട്ടികൾ കണ്ടിട്ടുണ്ടോ? ഇന്നത്തെ കാലത്ത് പൂക്കൾ റെഡിമെയ്ഡ് വാങ്ങിക്കാല്ലേ. കൂടുതൽ കുട്ടികളും കടയിൽ പോയി പൂക്കൾ വാങ്ങിച്ചു കൊണ്ടുവന്ന് പൂക്കളിടുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ കെട്ടിടങ്ങളുടെയൊക്കെ ലെവലുകൾ കൂടി, വീടുകൾ ഗ്രാമീണത പോയി ഏറ്റവും മോഡിഫിക്കേഷനോട് കൂടി വീടുകൾ വന്നു തുടങ്ങി. മുറ്റങ്ങളൊക്കെ ടൈൽസൊക്കെ വിരിച്ച്
മണ്ണ് എന്താണെന്നത് കുഞ്ഞുങ്ങൾക്ക് അറിയില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് ഒരുപാട് ആഘോഷങ്ങൾ കൂടി. അത് ശരിയാ, ആഘോഷങ്ങൾ കൂടി. പക്ഷേ പണ്ട് ആഘോഷങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അത് ഓർത്തു വെക്കാനായിട്ടുള്ളൊരു ഒരു ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് അത് സത്യമാണ് മണി പറയണേ. അതായത് പണ്ടത്തെ കാലത്ത് നമ്മുടെ വലിയ പ്രൗഢിയൊന്നല്ല ഓണം. ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയൊക്കെ ഉപ്പ് കലർന്ന ഓണമാണ് പണ്ടത്തെ കാലത്ത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ന് എല്ലാവരും എന്താഘോഷങ്ങളുണ്ടായാലും നേരെ സോഷ്യൽ മീഡിയയിലേക്കാണ് അപ്ലോഡ് ചെയ്ത് എല്ലാവരും അറിയിക്കുന്നത്. കുറച്ചും കൂടി സെലിബ്രേഷൻ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എന്തിനും സെലിബ്രേഷൻസാണ്. പണ്ടെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഓണം എന്ന് പറയുന്നതിന് ഓണക്കോടി എടുക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള കുടുംബങ്ങളാണ്, മക്കളാണ്. പക്ഷെ അതൊന്നും ആരും അറിയില്ല. ഒരുപാട് കഷ്ടപ്പാടുകളുള്ള നാളുകളായിരുന്നു അന്നത്തെ കാലത്ത്. പക്ഷെ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നും ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ഉള്ളിൽ പണ്ടത്തെ കാലം ഓർമ്മ വരിക അല്ലേ? ഷിനോന് എന്താ ഓർമ്മകളാ പണ്ടത്തെ ഓണത്തെ കുറിച്ചുള്ളത്? ഓണം ഇങ്ങനെ പൂക്കൾ പറിക്കാൻ പോവും. ഈ തുമ്പപ്പൂ, അത്തപ്പൂ എന്ന് പറഞ്ഞൊരു പൂ ഉണ്ടായിരുന്നു, നമുക്കൊരു വയലറ്റ് കളർ പൂവ്. അത്തപ്പൂവാണ് കൂടുതൽ പറിച്ചുകൊണ്ടിരുന്നത്. അതൊരു പറമ്പ് ഇങ്ങനെ നിറച്ചും പൂവുണ്ടാവും. അത് ഇങ്ങനെ പറിച്ച് എല്ലാം കളക്ട് ചെയ്ത് ഞങ്ങളുടെ പഴയ വീട്ടിലൊക്കെ ഞങ്ങൾ ഓണം ഇട്ടുകൊണ്ടിരുന്നത് ഇങ്ങനെ മുറ്റത്ത് ചെളി ചാണകം മെഴുകിയിട്ടാണ്. നല്ല രസമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഷിനോ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ ഓണം എന്ന് പറയുമ്പോൾ ഷിനോന് ഒരുപാട് മെമ്മറീസ് ഉണ്ട്. ഒരുപാടുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഷിനോന് ഒരു ഓണപ്പാട്ട് അവർക്ക് വേണ്ടി കൊടുക്കാൻ പറ്റും ഇന്നത്തെ കാലത്ത്. നമ്മുടെ അല്ലെ പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഗാനം തന്നെ നമുക്ക് കൊടുത്താലോ? ഷിനോന് പാടാൻ പറ്റില്ലല്ലേ? ഓക്കെ. ഓണപ്പൂവേ ഓമൽപ്പൂവേ നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ ഇതാ ഇതാ. ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിക്കൂ ഇതാ ഇതാ ഇതാ. അന്തർദാഹ സംഗീതമായി സന്ധ്യാ പൂജ്യമുന്നരമായി. ഈ പാട്ട് കേട്ടപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഓണത്തിൻ്റെ ഒരുപാട് ഓർമ്മകൾ നമുക്ക് വന്നു. അപ്പോൾ ഓണപ്പൂവേ എന്നുള്ള ഗാനം നമ്മളെപ്പോലെ തന്നെ പ്രേക്ഷകരും ആസ്വദിച്ചിട്ടുണ്ടാവും. എല്ലാവർക്കും ഈ ഓണക്കാലം പഴയൊരു സംഗീതത്തിൻ്റെ ഏറ്റവും മാധുര്യമുള്ള ഓർമ്മകളായിട്ട് മാറട്ടെ, അല്ലേ ഷിനോ? അതെ അതെ. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ സംഗീതത്തിൻ്റെ കാര്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓണമായാലും ക്രിസ്മസ് ആയാലും ഓണപ്പാട്ട് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓണത്തിൻ്റെ ആ ഒരു മൂഡ് വരും. അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്മസിൻ്റെ ഗാനങ്ങൾ കേൾക്കുമ്പോൾ വെറുതെ ഇരിക്കുമ്പോഴായാലും ക്രിസ്മസ് പാട്ട് ഒരെണ്ണം കേട്ട് കഴിയുമ്പോൾ നമുക്ക് ആ ക്രിസ്മസിൻ്റെ ഫീലും കാര്യങ്ങളാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അനൂപിനോട് ഞാൻ ചോദിക്കട്ടെ. അനൂപിന് നാട്ടിൽ നിൽക്കുന്നതിനേക്കാളും കൂടുതൽ പുറം രാജ്യത്ത് വർക്ക് ചെയ്തതിൻ്റെ ഒരുപാട് ഓർമ്മകളുണ്ടല്ലോ അല്ലേ? നാട്ടിൽ നമ്മൾ ഓണം വരുമ്പോഴും ക്രിസ്മസ് വരുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു ആഘോഷം വരുമ്പോഴും മലയാളികൾ ആഘോഷിക്കുന്ന സമയത്ത് പുറം രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മിസ്സിങ് ഫീൽ ചെയ്യാറുണ്ട് അല്ലേ അനൂപ്? അല്ലേ? അനൂപ് ഒരുപാട് നാൾ പുറത്ത് ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അനൂപിന് വിദേശത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ നാടുകളിൽ ജോലി ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന ഓണക്കാലത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ സമയത്ത് അനൂപിന് തോന്നിയിരിക്കുന്ന മനസ്സിലുണ്ടായിരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഞാൻ ഒരു
14 വർഷം പുറത്തായിരുന്നു. പക്ഷേ എനിക്ക് എല്ലാ പരിപാടിയും തന്നെ ആഘോഷിക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ നല്ലൊരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ട് എന്നെ, അതുപോലെ തന്നെ ഞാൻ ഓരോ പ്രോഗ്രാമുകളൊക്കെ ചെയ്യണതുകൊണ്ട് എൻ്റെ മാനേജർ എന്നെ പരിപാടിക്ക് വിടും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എല്ലാ പരിപാടികളും പങ്കെടുക്കാൻ പറ്റും. അല്ല, എനിക്ക് തോന്നുന്നു നാട്ടിലേക്കാളും ഏറ്റവും കൂടുതൽ ഓണമൊക്കെ ഒരുപാട് ആഘോഷിക്കുന്നത് പുറത്ത് ജോലി ചെയ്യുന്നവരായിരിക്കാം, അല്ലേ? മലയാളികളായിരിക്കാം ഓണാഘോഷം കൂടുതൽ നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത സോങ് അനൂപ് തന്നെ പാടും. അത് പുറത്തൊരു ജോലി ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ളതാകട്ടെ, അല്ല അനൂപ്? ഏത് പാട്ട് അനൂപ് പാടാൻ പോകുന്നത്? ഞാൻ വെള്ളാരപ്പൂമല. ഓ, നല്ലൊരു പാട്ടാ, നല്ലൊരു ഗാനം, വെള്ളാരപ്പൂമല മേലെ. നമുക്കൊന്ന് ആ ഗാനം ഒന്ന് കേട്ടാലോ? വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂ മൂടിച്ചൂടി മുകിലാരപ്പട്ടു ചുറ്റി ഓണത്താറാടി വരുന്നേ, ഓണത്താറാടി വരുന്നേ. മുകിലാരപ്പട്ടു ചുറ്റി ഓണത്താറാടി വരുന്നേ, ഓണത്താറാടി വരുന്നേ. പൂന്നുള്ളിക്കുമ്പാളക്കുമ്പിൽ നിറഞ്ഞു ആലകളിൽ പാലമൃതാലകിടു ചുരന്നു. പൂന്നുള്ളിക്കുമ്പാളക്കുമ്പിൽ നിറഞ്ഞു ആലകളിൽ പാലമൃതാലകിടു ചുരന്നു. മാമ്പൂ മണക്കും കുളിരും മാടി വിളിക്കേ കുറുമൊഴിയുടെ കവിളിനതിൽ കുങ്കുമമേറ്റു, കുങ്കുമമേറ്റു. വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂ മൂടിച്ചൂടി മുകിലാരപ്പട്ടു ചുറ്റി ഓണത്താറാടി വരുന്നേ, ഓണത്താറാടി വരുന്നേ. അനൂപേ, ഇപ്പോൾ നമ്മൾ ഈ ഗാനം പാടിയില്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ ആയിരിക്കുന്നതിൻ്റെ കാരണക്കാരൻ നമ്മുടെ ഫ്രാൻസിസ് കൈതടുത്ത് സാറാണ്. BMCയുടെ ഓണറും കൂടിയായ അദ്ദേഹം ഒരു പുറം രാജ്യത്ത് ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു ഓണ സമ്മാനം കൂടിയാണ് ഈ ഗാനം, അല്ലേ? നമ്മുടെ വിശേഷങ്ങൾക്കൊപ്പം അദ്ദേഹത്തെയും കൂടി ഈ സമയത്ത് ഓർക്കാൻ പറ്റുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. ഓക്കെ, ഇനി നമുക്ക് മണി, ഞാൻ ചോദിക്കുന്നത് നമ്മുടെ ഓണത്തിൻ്റെ ബാല്യകാല സ്മരണകളൊക്കെ നമുക്കറിയാം. നമ്മളൊരുപാട് ഓണപ്പാട്ടുകൾ സിനിമയിലൂടെ, ഒരുപാട് ഗാനങ്ങൾ, ഒരുപാട് പ്രഗത്ഭരായ വ്യക്തികൾ സംഗീതം ചെയ്ത് വരികൾ എഴുതി പ്രഗത്ഭരായ ഗായകർ പാടി, അല്ലേ? നമ്മൾ ഒരുപാട് ഗാനങ്ങൾ കേൾക്കാറുണ്ട്. എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു നമ്മുടെ സിനിമാ ഗാനങ്ങളെക്കപ്പുറം ഒരുപാട് ഓണപ്പാട്ടുകൾ എന്ന് പറഞ്ഞ പണ്ട് കാലത്ത് ഒരുപാട് ആൽബം സോങ്സ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അല്ലേ? പൊന്നോണത്തരങ്കിണി ഒരുപാട്, അതായത് റെക്കോർഡ് തന്നെ എന്ന് പറയാം. അതായത് ഓണത്തിന്റെ ഒരുപാട് വോളിയം. സത്യം, ഞാനൊക്കെ ഓർക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കാസറ്റ് വാങ്ങിച്ച് കൊണ്ടുവന്ന് പഠിച്ച് പാടുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അതിലിപ്പോ കുറെ പാട്ടുകളാണ് ലളിതഗാനായിട്ട് നമ്മൾ പിന്നീട് നമ്മൾ ഒരുപാട് കലോത്സവ വേദികളിൽ പാടാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. തരംഗിണിയുടെ ഒരുപാട് ഗാനങ്ങൾ നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ഗാനങ്ങൾ പഠിച്ച് പാടിയിട്ടൊക്കെ ഉണ്ട്. ഒരുപാട് ഗാനങ്ങൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ളൊരു സോങ് തന്നെ ആവാം അടുത്തത്, അല്ലേ? ഏത് ഗാന മണി പാടാൻ പോകുന്നത്? പൊന്നോണത്തരങ്ങിണിയിലെ രവീന്ദ്രമാഷ് സംഗീതം ചെയ്ത പൂക്കളം കാണുന്ന പൂ
ഓ, നല്ലൊരു മെലഡി. നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ? ഓക്കെ. പൂക്കളം കാണുന്ന പൂമരം പോലെ നീ പൂമുഖത്തിണ്ണയിൽ നിന്നു. പൂക്കളം കാണുന്ന പൂമരം പോലെ നീ പൂമുഖത്തിണ്ണയിൽ നിന്നു. വീതിക്കസവുള്ള വീരാളിപ്പട്ടിൽ നിൻ പൂമേനി പൊന്നായി മിന്നി. നിന്റെ പൂമേനി പൊന്നായി മിന്നി. പൂക്കളം കാണുന്ന പൂമരം പോലെ നീ പൂമുഖത്തിണ്ണയിൽ നിന്നു. പൂവണി പൂവണി ഓരോന്നും പിന്നേന്നും പൂമുഖഭാവവും കണ്ടു. നിന്റെ കയ്യിൽ നിന്നും പണ്ടു ഞാൻ നേടിയ പൂവട തൻ രുചിയോർത്തും. പൂവണി പൂവണി ഓരോന്നും പിന്നേന്നും പൂമുഖഭാവവും കണ്ടു. നിന്റെ കയ്യിൽ നിന്നും പണ്ടു ഞാൻ നേടിയ പൂവട തൻ രുചിയോർത്തും. മുറ്റത്തു നിന്നു ഞാൻ തമ്പുരാട്ടി മുഖ മിക്കാഴ്ച തന്നെയോരോണം. മുറ്റത്തു നിന്നു ഞാൻ തമ്പുരാട്ടി മുഖ മിക്കാഴ്ച തന്നെയോരോണം. കാലത്തിൻ കോലത്താൽ വേർപിരിഞ്ഞു നമ്മ കാണുകയായിത വീണ്ടും. പൂക്കളം കാണുന്ന പൂമരം പോലെ പൂമുഖത്തിണ്ണയിൽ. യാത്രകളും ഓരോ അനുഭവങ്ങളാണ്. യാത്രകൾ സ്വപ്നമല്ല, ഞങ്ങളോടൊപ്പം അത് യാഥാർത്ഥ്യമാണ്. നിങ്ങളുടെ സ്വപ്ന യാത്രകൾക്കായി കോൺടാക്ട് ഗ്രാസിയ ടൂറിസ്റ്റ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്. Our contact number is 9947731826. You dream it, we make it. നമ്മൾ ഇത്രയും നേരം കേട്ടത് വളരെ സന്തോഷമുള്ള നല്ലൊരു പാട്ടുകളാണ്. ഇപ്പോൾ മണി പാടിയ ഈ പാട്ട് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് വളരെ ഒരു ദുഃഖകരമായിട്ട് തോന്നിയായിരുന്നു പാട്ട്. ഒരു നോവ് എൻ്റെ ഒരു ഫീൽ. അതിനകത്ത് എന്താണ് മണി അത് പാട്ട്? ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷം മാത്രമല്ല നോവും കൂടി ഉണ്ട്. അത് പഴയ കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ പിന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. കാരണം പഴയ തലമുറകൾക്കാണ് അത് ഏറ്റവും കൂടുതൽ കണക്റ്റ് ആവുക.
പിന്നെ ഈ പാട്ടിൽ എന്ന് പറയുമ്പോൾ ഒരു കാമുകൻ കാമുകിയോട് പറയുന്ന കുറേ വരികളും അത് പാട്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാം. വളരെ മനോഹരമായിട്ടത് നമ്മുടെ ദാസേട്ടൻ പാടിയ പാട്ട് മ്യൂസിക് ചെയ്ത രവീന്ദ്ര മാഷാണ്. അപ്പോൾ പറയണ്ടല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത പാട്ട് നമുക്ക് ജോസ്മിയോട് ചോദിക്കാം. ജോസ്മി, ഏതാണ് നമുക്ക് അടുത്തൊരു പാട്ട്? ഇപ്പോൾ ഞാൻ പാടി, മണികണ്ഠൻ പാടി, അനുപേട്ടൻ പാടി, ഇനി ജോസ്മിയാണ് അടുത്തൊരു പാട്ട്. അല്ല, എനിക്ക് ഓണപ്പാട്ടുകൾ എപ്പോഴും നമുക്ക് നല്ല നല്ല ഓർമ്മകളാണ്. പക്ഷേ നമ്മൾ എല്ലാ വർഷവും ഓണം ആഘോഷിക്കുമ്പോഴും ഒരു സിനിമാ ഗാനം എല്ലാവരുടെയും ചുണ്ടിൽ എപ്പോഴും ഉണ്ടാവും. ഏത് ഗാനാന്ന് വെച്ച് കഴിഞ്ഞാൽ പൂവിളി പൂവിളി പൊന്നോണമായി. അതിന്റെ രണ്ടുപേരും ഒന്ന് പാടിയാലോ? ദാസേട്ടൻ തന്നെ ആ, ദാസേട്ടൻ തന്നെ പാടിയൊരു ഗാനാണ്. പാടിയതെല്ലാം ദാസേട്ടൻ പാടിയ പാട്ടുകളൊക്കെ തന്നെയാണ്. അതെ അതെ. അപ്പൊ ഇതും ദാസേട്ടൻ പാടിയൊരു സോങ് ആണ്. നസീർ സാറാണ് ആ പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ലൊരു ഗാനം. ഒന്ന് രണ്ടുപേരെ കേട്ടോക്കാം അല്ലേ? അപ്പൊ എന്റെ കൂടെ നിങ്ങളും കൂടി കൂടിക്കോളൂ. തീർച്ചയായിട്ടും കൂടാം. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളി മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലേ. നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി. നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളി മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലേ. നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി. നീ വരൂ പൊന്നോണത്തുമ്പി. പൂക്കൊണ്ടു മൂടും പൊന്നും ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചെമ്പാവിൻ പാടും. പൂക്കൊണ്ടു മൂടും പൊന്നും ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചെമ്പാവിൻ പാടും. ഇന്നേ കൊയ്യാം നാളെ ചെന്നാൽ അത്തം ചിത്തിര ചോദി. ഇന്നേ കൊയ്യാം നാളെ ചെന്നാൽ അത്തം ചിത്തിര ചോദി. പൊന്നെല്ലിൻ പൊന്മല പൂമുറ്റം തോറും നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ. നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി. നീ വരൂ പൊന്നോണത്തുമ്പി. വളരെ മനോഹരമായിട്ടുള്ളൊരു ഗാനമാണ്. പ്രത്യേകിച്ചും സലീം ചൗധരി സാറിൻ്റെ ഒരു മനോഹരമായിട്ടുള്ളൊരു ഈണം കൊടുത്ത പാട്ടാണ്. നസീർ സാർ അഭിനയിച്ച പാട്ടാണ്. ജോസ്മി വളരെ മനോഹരമായിട്ട് പാടിയിട്ടുണ്ട്. ശരിക്കും ഈ പാട്ടൊന്നും ഇല്ലാത്ത ഓണം ഇല്ല അല്ലേ? ഇല്ല. പൂവിളി പൊന്നോണമായി, ഓണപ്പൂവേ ഓണപ്പൂവേ, നമ്മുടെ ഈ പാടിയ എല്ലാ പാട്ടുകളും ഉത്രാടപ്പൂനിലവേ വാ. ഇതുവരെ അന്ന് തുടങ്ങി ഇന്ന് വരെ ഈ പാട്ടുകളില്ലാത്ത ഒരു ഓണം ഉണ്ടായിട്ടില്ല. ഇല്ല. നമ്മുടെ ഇത്രയും നാൾ നമ്മളിപ്പോൾ ഒരുമിച്ച് ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്യുന്നു. നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പാടുന്നു. ഒരുപാട് ആളുകൾ നമ്മുടെ പാട്ടിനെക്കുറിച്ച് നല്ല നല്ല അഭിപ്രായങ്ങൾ പറയുന്നു. ചിലർ നമ്മുടെ പാട്ട് കുറച്ചും കൂടി ബെറ്റർ ആവണമെന്ന് കരുതി നമ്മളോട് പാട്ട് സെലക്ഷനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട് അല്ലേ? നമ്മുടെ വിശേഷങ്ങൾ അങ്ങനെ ഒട്ടുമിക്കവരും നമ്മുടെ അടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാട്ടുകൾ എപ്പോഴും സെലക്റ്റീവായിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. നമ്മുടെ സോങ്ങുകൾ പ്രത്യേകിച്ച് നമ്മൾ പാടുന്ന ഓരോ ഗാനങ്ങളും മറ്റുള്ളവരിൽ നിന്ന് കോമൺ അല്ലാതെ നിന്നുള്ള പാട്ടുകളാണ് നമ്മൾ മിക്കവാറും സെലക്ട് ചെയ്ത് പാടാറ്. പാട്ടിൻ്റെ വിശേഷങ്ങൾക്കൊപ്പം ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മൾ സിംഗേഴ്സാണ് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ മ്യൂസിക്കായിട്ട് പോകുന്നവരാണ്, നമ്മുടെ ജീവിത വഴികളിൽ പോകുന്നവരാണെന്നൊക്കെ അറിയാം. അതിൽ കൂടുതൽ മണി എന്ന ഗായകനപ്പുറം
മണി എന്ന വ്യക്തി സ്വന്തം ജീവിതം എങ്ങനെയാണ്, അല്ലെങ്കിൽ ലൈഫിൽ എന്താണ് മണി ചെയ്യുന്നത്, ജോലി കാര്യങ്ങൾ ഒന്ന് പറയാമോ മണി? തീർച്ചയായിട്ടും. മ്യൂസിക് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിൽ അലിഞ്ഞു ചേരുന്ന ഒന്നാണ്. അതെന്തായാലും നമുക്ക് വിട്ട് പോകാൻ പറ്റില്ല. അതെപ്പോഴും നമ്മുടെ മരണം വരെ നമ്മുടെ കൂടെ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുമ്പോൾ ജോലി, ഞാൻ കല്യാൺ ജ്വല്ലറിൽ മാർക്കറ്റിംഗ് സ്റ്റാഫാണ്, മാർക്കറ്റിംഗ് ആണ്, ഫീൽഡ് സ്റ്റാഫാണ്. ഓക്കെ. പിന്നെ ഒരുപാട് അറിയാം, ഒരു 10-25 വർഷം കാലമായി നമ്മൾ മ്യൂസിക് ഫീൽഡിൽ നിൽക്കുന്നു. ഒത്തിരി ഗാനമേളകൾ ചെയ്തിട്ടുണ്ട്, മെഗാ ഷോ ചെയ്തിട്ടുണ്ട്, ഒത്തിരി അറിവും ഒത്തിരി ചെറിയ വലിയ ഗായകന്മാരുടെ കൂടെ വേദി പങ്കിടാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ സ്ഥിരം ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്ത് കാണാമല്ലോ, ഒരു പാട്ടിട്ട് കഴിഞ്ഞാൽ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ അതിനെ നോക്കി കാണുന്നത്, നെഗറ്റീവുകൾ വന്നാൽ മാത്രമേ ഒരു ഗായകൻ പരിപൂർണമായിട്ടും സ്വന്തമായിട്ടൊന്ന് സ്റ്റഡി ആവുള്ളൂ. ഞാൻ അതിന് പോസിറ്റീവ് ആകുന്ന ആളാണ്. നെഗറ്റീവുകൾ വന്നാലേ നമുക്ക് പോസിറ്റീവ് പറയാൻ ഒത്തിരി പേരുണ്ടാവും. നമ്മുടെ ഒരു ചെറിയ നെഗറ്റീവ് പറയാൻ അങ്ങനെ വരാം നമ്മളെ സുഖിപ്പിക്കാനായിട്ട്. ഇപ്പോൾ അവനെന്ത് തോന്നും, പക്ഷെ ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ആളല്ല. ഇപ്പം എൻ്റെ ഇപ്പോൾ നെഗറ്റീവ് ആരെങ്കിലും എത്ര ചെറിയ കുട്ടി പറഞ്ഞാലും ഞാനത് പോസിറ്റീവായിട്ട് എടുക്കുന്ന ആളാണ്. അല്ല, നമ്മൾ നന്നാവണം, അല്ലെങ്കിൽ നമ്മുടെ പാട്ടിൻ്റെ മേഖലയിൽ കുറച്ചും കൂടി നമ്മൾ ഉയരങ്ങളിലേക്ക് എത്തണം എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളോട് ഇങ്ങനെ വിമർശനങ്ങളിലൂടെ നമ്മളെ അറിയിക്കുള്ളൂ. അവർക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. മണിയുടെ ഫാമിലിനെ കുറിച്ച് പറഞ്ഞ്. വൈഫ്, ഒരു മോള്. വൈഫിൻ്റെ പേര് രവീണ സുരേഷ്, ആൾ ടീച്ചറാണ്. പിന്നെ മകള് 4 വയസ്സായിട്ടുള്ളൂ, അഗസ്ത്യ ധർമ്മ. ഞാനിവിടെ ഇരിക്കാനുള്ള കാരണം നമ്മുടെ ഇത്ര സപ്പോർട്ടീവായിട്ടുള്ളൊരു വൈഫ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഇതുപോലെ പ്രോഗ്രാമിൽ പോകാനായാലും രാത്രി ഉറക്കൊളിച്ച് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഫുഡ് എടുത്ത് തരാനും നമ്മുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും അതുപോലെ ഒരു പാർട്ട്ണർ കിട്ടണം. അത് ഏറ്റവും വലിയൊരു സപ്പോർട്ടാണ്. അഗസ്ത്യധർമ്മ അല്ലേ? അത് എന്താ അതിൻ്റെ മീനിങ്? അഗസ്ത്യധർമ്മ, അഗസ്ത്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മുനിയാണ്. ധർമ്മ എന്ന് എപ്പോഴോ വന്നൊരു പേരാണ്. അതപ്പോൾ കൂട്ടിച്ചേർത്തപ്പോൾ ഭംഗിയായിട്ട് തോന്നി, ഒരു വെറൈറ്റി നെയിമാണ്. ഇത് ഈ പേര് കുട്ടി ഉണ്ടാവുന്നതിന് മുമ്പേ ഇട്ടതാണ്. ആണായാലും പെണ്ണായാലും അഗസ്ത്യ ധർമ്മ ആ പേര് തന്നെ. ഓക്കെ, കൊള്ളാം. ഷിനോ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു ബ്ലാക്ക്ബെറി മ്യൂസിക് ബാൻഡ് എന്നതിനപ്പുറം നമ്മൾ രണ്ടുപേരും പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 25 വർഷമായിട്ടുണ്ട്. കാരണം എൻ്റെ ഓർമ്മയിൽ ഞാൻ +1 ഒക്കെ പഠിക്കുന്ന സമയത്താണ് ഷിനോ ഞാനും പ്രോഗ്രാം തുടങ്ങിയിരിക്കുന്നത്. ഇത്ര കാലം നമ്മൾ ഇത്ര വർഷം അല്ലേ നമ്മുടെ ജേണി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഷിനോൻ്റെ ഫാമിലി, ഷിനോൻ്റെ ജോബ് ഒന്ന് പറഞ്ഞേ, എങ്ങനെയൊക്കെയാണ്? എൻ്റെ ജോബ് എന്ന് പറയുന്നത്, ഞാൻ സ്റ്റുഡിയോ വർക്കാണ്, ഗ്രാഫിക് ഡിസൈനറാണ് ഞാൻ. എനിക്ക് എഡിറ്റിംഗ് ആണ് വർക്ക്. അതൊരു 25ഓളം വർഷമായി ഞാൻ ഈ ജോലി ചെയ്യുന്നു. അങ്കമാലി സ്റ്റുഡിയോയിൽ ജോലി ചെയ്യുന്നുണ്ട്. ഒപ്പം ഞാൻ എൻ്റെ വീട്ടിലിരുന്നും വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഗാനമേള പ്രോഗ്രാമുകളായിട്ട് അങ്ങനെ പോകുന്നു. എല്ലാത്തരം ജോലികളും ചെയ്ത് നമ്മൾ ജീവിക്കുന്നു. ഭാര്യ പേര് റിൻസി. എനിക്കൊരു മോളുണ്ട്, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോള്. ഭാര്യ ഗൾഫിലാണ്, അവിടെ ഹോം നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു കുവൈറ്റിൽ. പിന്നെ ഈ ഒരു മണികണ്ഠ പറഞ്ഞ പോലെ തന്നെ ഒരു ലൈഫ് പാർട്ണർ നമുക്ക് അത്രയും സപ്പോർട്ട്. ഇപ്പോൾ ജോസ്മയുടെ കൂടെയൊക്കെ ആയാലും രാവിലെ രാത്രി ഇല്ലാതെയാണ് ഞങ്ങളൊക്കെ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പം എന്താ പറയുക, നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ടാണ്, നാടിൻ്റെയും ഒരു സപ്പോർട്ടുണ്ട് നമുക്ക്. ഇത്രയും നാളുകളായിട്ട് ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും ജോസ്മിയുടെ കൂടെയും മണികണ്ഠ കൂടെയും അനുപെണ്ണായാലും ഞങ്ങളെല്ലാം ഒത്തിരി പ്രോഗ്രാമുകൾക്ക് നടക്കുന്നു. നമ്മുടെ പ്രോഗ്രാമുകൾക്കപ്പുറം നമ്മുടെ 4 പേരിലും ഒരു ബോണ്ടിങ് ഉണ്ട്. കാരണം നമുക്ക് 4 പേർക്കും നമ്മളിലുള്ള കുറവുകൾ അറിയാം, നമ്മളിലുള്ള പോസിറ്റീവ് സൈഡ്സ് അറിയാം അല്ലേ? അനൂപാണെങ്കിൽ പോലും അനൂപ് എനിക്ക് തോന്നുന്നു അനൂപ് എൻ്റെ സഹോദരനാണ്. എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യത്തിൽ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആങ്ങളയുടെ കൂടെ പാടുക എന്നൊക്കെ പറയുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. നമ്മൾ പ്രോഗ്രാം ചെയ്യുക, ഒരുമിച്ച് ചെയ്യുക. അനൂപിൻ്റെ ഫാമിലിനെ ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. എൻ്റെ വൈഫിൻ്റെ പേര് അഞ്ജന എന്നാണ്. എനിക്കൊരു 4 മാസമായ ഒരു കുട്ടിയുണ്ട്. ആളുടെ പേര് മിഖ എന്നാണ്. മിഖ. ഓക്കെ. വൈഫ് IT ഫീൽഡാണ്. നമുക്ക് നല്ല സപ്പോർട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ശരിക്കും ഇതായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല, കലാകാരന്മാരെന്ന് പറയുമ്പോൾ പൊതുവിൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഒരുപാട് സ്ട്രഗിൾസിലൂടെ മുന്നോട്ട് പോകുന്നവരാ.
കാരണം അപ്സ് ആൻഡ് ഡൗൺസ് എപ്പോഴും ലൈഫിലുണ്ടാവാം. പ്രോഗ്രാമുകളായാലും പ്രോഗ്രാമുകളുടെ കാര്യങ്ങളിലായാലും നമ്മൾ ചെന്നെത്തുന്ന ഇടങ്ങളിലായാലും നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വരാം. ഇവിടെയൊക്കെ നമുക്ക് സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലിയാണ്, അല്ലേ? സപ്പോർട്ടിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ പറഞ്ഞത് ഒത്തിരി പേര് പാടാൻ കഴിവുള്ള പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും കല്യാണശേഷം അടിച്ചമർത്തുന്ന ആ ഒരു കഴിവിനെ, നമ്മുടെ കലയെ അടിച്ചമർത്തുന്ന അത് പറയണമെങ്കിൽ അല്ലേ മണി നമുക്ക് പറയാം, അല്ലേ? കാരണം മണിയും ഞാനൊക്കെ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ സംഗീതം ഒരുമിച്ച് പഠിച്ചവരാണ്. അപ്പം ഞങ്ങളുടെ ബാച്ചിലുണ്ടായ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ പഠിച്ചവർ ഇപ്പോഴും കലാമേഖലയിലുള്ളവരുണ്ട്. അതേസമയം ഒന്നും ചെയ്യാതിരിക്കുന്നവരുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുമിച്ച് പഠിച്ച സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ഭൂരിഭാഗം പേരും ആ ഫീൽഡ് തന്നെ വിട്ടു, അല്ലേ? കുറച്ച് പേരേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞിട്ട് ഈ മേഖലയിൽ നിൽക്കുന്നവർ, പ്രത്യേകിച്ച് ലേഡീസ് കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ. അതൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബ്ലെസ്സിങ് ആണ്. ഉണ്ട് ഒരുപാട്, ഒരുപാട് പേരുണ്ട്. കഴിവുകൾ ഉണ്ടായിട്ടും അത് പ്രാവർത്തികമാക്കാൻ കഴിയാതെ അങ്ങനെ. അതെ, അല്ല പ്രശ്നങ്ങൾ എന്ന് പറയാനും പറ്റത്തില്ല. കാരണം ഫാമിലി എന്ന് പറയുന്നത് സാഹചര്യങ്ങളാണ്. പ്രശ്നങ്ങൾ എന്ന് അതിനെ പറയാൻ പറ്റത്തില്ല, സാഹചര്യങ്ങളാണ്. ഓരോരുത്തരുടെ മക്കളായിരിക്കാം, അവരുടെ ജോലി സാധ്യതകളായിരിക്കാം, ഒരുപാട് കാര്യങ്ങളുണ്ടാവാം. അപ്പോൾ ഈ മേഖലയിൽ നിലനിന്ന് പോവുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്, അല്ലേ? ഞാൻ പറയുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ എനിക്ക് എൻ്റെ ഫാമിലിയിൽ ഞാൻ, ഹസ്ബൻഡ്, 2 മക്കൾ, മോൻ 10th പഠിക്കുന്നു, മോള് 6th പഠിക്കുന്നു, ഞാനൊരു അധ്യാപികയായിട്ട് ജോലി ചെയ്യുന്നു. ഇത്രയും വർഷമായിട്ട് ഫീൽഡിലുണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10-25-28 വർഷക്കാലമായിട്ട് ഞാൻ സംഗീത അധ്യാപികയാണ്. സംഗീതം പഠിപ്പിക്കുന്നുണ്ട്, പ്രോഗ്രാമുകൾ ചെയ്യുന്നു, ചർച്ച് കൊയറുകൾ ചെയ്യുന്നു. ഇങ്ങനെ നമ്മൾ വളരെയധികം മുന്നോട്ട് സംഗീത മേഖലയിൽ തന്നെ നിലനിന്ന് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫാമിലി സപ്പോർട്ടില്ലാതെ നമുക്കൊന്നിനും പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ നോക്കി, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ നോക്കി മാത്രം വീട്ടിലിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് പാടെ മാറിയിട്ട് എല്ലാം കൂടി ഒരുമിച്ച് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ ഏറ്റവും പ്രാധാന്യമുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പോൾ എല്ലാവരുടെയും കാര്യങ്ങൾ ഈക്വലായിട്ട് ബാലൻസ് ചെയ്ത് പോകണം. അപ്പോൾ എന്തായാലും ഇത്തവണത്തെ ഓണത്തിന് നമുക്ക് 4 പേർക്ക് ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ പറ്റിയതിന് ഏറ്റവും വലിയ കാര്യമാണ്. എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഈ പ്രസൻറ്റ് ടൈമിൽ നമ്മളിവിടെ ഇരിക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ കൂട്ടുകാർക്കും കൂടി ഒരു വേദിയാണത്. BMC വെബ് സ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒന്നും ചെയ്യാൻ സാധിക്കാതെ വീട്ടിലിരിക്കുന്നവരുണ്ടാവുമല്ലോ, അല്ലേ? അവർക്കും കൂടി ഒരു സാഹചര്യം, നമുക്ക് അവസരങ്ങളാണ് BMC വെബ് സ്റ്റേഷൻ ഒരുക്കുന്നത്. അപ്പോൾ നമ്മുടെ പാടാൻ ആഗ്രഹമുള്ള, പാട്ട് പാടാൻ കഴിവുള്ള, ഒരു സ്റ്റേജിൽ പാടണം, അല്ലെങ്കിൽ ഒരു മൈക്ക് കയ്യിൽ പിടിക്കണം എന്ന് ആഗ്രഹമുള്ള ഒത്തിരി കലാകാരന്മാരുടെ നാട് കൂടിയാണ് അങ്കമാലി. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് പോലെ തന്നെ നമ്മളെപ്പോലെ ആഗ്രഹമുള്ള ഒരുപാട് കൂട്ടുകാർ പുറത്തുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഇതൊരു നല്ലൊരു വേദിയാണ്. എപ്പോൾ വന്നാലും നിങ്ങൾക്ക് ഇവിടെ ഒരു അവസരമുണ്ട്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാം. നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾക്കിവിടെ പരമാവധി എൻജോയ് ചെയ്ത് പാടി അവതരിപ്പിക്കാം. പാട്ട് മാത്രമല്ല, ഡാൻസ് ആയാലും ഏത് മേഖലയിലായാലും ഉള്ളവർക്ക് തിളങ്ങാൻ പറ്റിയൊരു വേദിയാണിത്. നമുക്കിനി എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ട് എനിക്ക് ഒരു പാട്ട് നമുക്ക് പാടേണ്ടി, അല്ലേ? അത് പാടാതെ പോകാനും പറ്റത്തില്ല. കാരണം വിയർപ്പൊഴുക്കി ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ മണ്ണിൻ്റെ മണമറിഞ്ഞ ഒരുപാട് മനുഷ്യർ ഉണ്ടായ നാടാണ് നമ്മുടെ കേരളം, കൊച്ചു കേരളം. ചരിത്രം പറയുന്നതിനപ്പുറം എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ഇന്ന് ആരോഗ്യത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയൊരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ പൂർവികരാണ്, അല്ലേ? അവർ ഒഴുക്കിയ വിയർപ്പിൻ്റെ ഫലമാണ് നമ്മളിന്ന് അനുഭവിക്കുന്നത്. അപ്പോൾ അവർക്ക് ഒരു ഡെഡിക്കേഷൻ കൂടി ആയിക്കോട്ടെ, അല്ലേ? അടുത്ത ഗാനം. ഓക്കെ, ശരിയാണ്. കതിരിടും സ്വർണ്ണമണി നിറമോ, കണ്ണിനു കണിയാവും നിറ പറയോ, പെണ്ണാട് കൊയ്തുവരും കച്ച നിറപ്പൊലിയാൽ നെല്ലറ നിറയേണം മനസ്സുപോലെ, ഉത്സവത്തുടി താളക്കൊടിയേറ്റം, മത്സര കളിവള്ളത്തിരയോട്ടം, പെണ്ണിനു മനമാകെ കളിയാട്ടം, പാടാം കുട്ടനാടി നീളം കേരള
തീരനിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം കായലലകൾ പുൽകും അണുമലിയുമീറൻ കാറ്റിൽ ഇലഞ്ഞാറി ഇലയാടും കുളിരുലാവും നാട് നിറപൊലിയേകാമെന്നറിയ നേരിനാൻ പുതുവിള നേരുന്നോരിണിയ നാടിനാ പാടാ കുട്ടനാടി നീളം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം അപ്പോൾ നമ്മൾ ഇത്ര നേരം നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഗാനങ്ങളും ഓണവിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇരുന്നു അല്ലേ. രാവോണം എന്ന് പറയുന്ന നമ്മുടെ ഈ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ആവാൻ നേരമായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത്ര എന്താ പറയുക, നമ്മൾ ഇത്രയും നാളും പാടി നടന്നതും അല്ലെങ്കിൽ നമ്മൾ പാടാൻ ആഗ്രഹിച്ചതുമായ ഗാനങ്ങൾ അല്ലേ നമുക്ക് പങ്കുവയ്ക്കാൻ സാധിച്ചു. ഇനി നമ്മുടെ ലൈഫിൽ നമ്മൾ ഓരോ പ്രോഗ്രാം ചെയ്യുമ്പോഴും ഇതും നമുക്ക് നല്ലൊരു ഓർമ്മയാണ് അല്ലേ. അടുത്ത ഓണം വരുമ്പോഴും നമുക്ക് നല്ലൊരു ഓർമ്മയാണ് ഇങ്ങനൊരു പ്രോഗ്രാം നമുക്ക് ഇവിടെ കിട്ടിയതിന്. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു പ്രോഗ്രാം ഞങ്ങൾക്കിവിടെ ലഭിച്ചത് BMC വൈബ് സ്റ്റേഷൻ വഴിയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ അണിയറ പ്രവർത്തകർക്കും ബ്ലാക്ക്ബെറി മ്യൂസിക് ബാൻഡ് അങ്കമാലിയുടെ പേരിൽ ഒത്തിരി നന്ദി അറിയിക്കുകയാണ്. മാത്രമല്ല ഞങ്ങൾ ഈ 4 പേര് ഞങ്ങൾ ഒരുപാട് വർഷങ്ങളായിട്ട് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഈ ഒത്തൊരുമ ഇനിയും നമ്മൾ പോകുന്ന വഴികളിൽ നമ്മുടെ ഒരു കൂട്ടായ്മയാണ്. നമ്മൾ 4 പേര് ഒരുമിച്ച് പോകുന്നു, പ്രോഗ്രാം ചെയ്യുന്നു, നമ്മുടെ സങ്കടങ്ങളായാലും സന്തോഷങ്ങളായാലും പങ്കുവയ്ക്കുന്നു, നമ്മൾ എൻജോയ് ചെയ്താൽ പോകുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യം ഇന്നിവിടെ കിട്ടുമ്പോഴും ഏറ്റവും കൂടുതൽ ദൈവത്തിന് നമ്മൾ നന്ദി പറയണ്ടേ. കാരണം ഒരുപാട് പേര് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അവസരങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് വ്യക്തികൾ പുറത്തു നിൽക്കുന്ന സമയത്താണ് നമ്മളിവിടെ ഈ സ്റ്റേജിലായിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഇത്രയും നല്ലൊരു സ്റ്റേജ് ഇവിടെ ലഭിച്ചതിന് BMC വെബ് സ്റ്റേഷന് ഒത്തിരി നന്ദി പറയുകയാണ് അങ്കമാലി ബ്ലാക്ക്ബെറി മ്യൂസിക് ബാൻഡിൻ്റെ പേരിൽ. ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ഗാനങ്ങളും ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ. ഞങ്ങളുടെ ഗാനങ്ങൾ കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ ഈ ചാനലിനോടൊപ്പം ചാനലിൻ്റെ എല്ലാ പ്രോഗ്രാമുകളും എങ്ങനെയാണോ നിങ്ങൾ വിലയിരുത്തുന്നത് അതിനനുസരിച്ച് നിങ്ങളുടെ ലൈക്കും സപ്പോർട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒരുപാട് കലാകാരന്മാർ, ഒരുപാട് വേദികൾ ആഗ്രഹിക്കുന്നവർ, ഒരുപാട് ലൈം ലൈറ്റിൽ നിൽക്കാൻ ആഗ്രഹിക്കാതെ ഒതുങ്ങിക്കൂടുന്നവർക്ക് കൂടി ഉള്ള ഒരു വേദി കൂടിയത്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങോട്ട് കടന്നു വരാം. ഒപ്പം നിങ്ങളുടെ ഒരുപാട് സപ്പോർട്ട് ഞങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്. ഞങ്ങൾ ഈ 4 പേർ സംഘം നിങ്ങളുടെ സപ്പോർട്ട് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ഈ പ്രോഗ്രാം ഇത്രയും നേരം ആസ്വദിച്ചതിന് എല്ലാവർക്കും ഒത്തിരി നന്ദി പറയുകയാണ്. 2026 ഓണം എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും കൂടി ആയിരിക്കട്ടെ. ഞങ്ങളുടെ അങ്കമാലി ബ്ലാക്ക്ബെറി മ്യൂസിക് ടീമിൻ്റെ പേരിൽ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.